എല്ലാവർക്കും നമസ്കാരം. +1 തുല്യതാ ഹിസ്റ്ററി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൺ വേർഡ് ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ്. 2024 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +1 തുല്യതാ ഹിസ്റ്ററി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൺ വേർഡ് ചോദ്യോത്തരങ്ങൾ, ആ വൺ വേർഡ് ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാം പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്സ്, ഹോമോ സാപ്പിയൻസ്. ഇവ എന്തെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും വരുന്നൊരു ചോദ്യോത്തരമാണത്. ഹോമോ ഹബിലിസ് ഉപകരണ നിർമ്മാതാവാണ്. ഹോമോ ഹബിലിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോമോ ഹബിലിസ് ഉപകരണ നിർമ്മാതാവാണ്. ഹോമോ ഇറക്സ് നിവർന്ന് നടക്കുന്ന ആൾക്കാണ് ഹോമോ ഇറക്സ് എന്ന് പറയുന്നത്. ഹോമോ സാപ്പിയൻസ് വിവേകിയായ മനുഷ്യനാണ് ഹോമോ സാപ്പിയൻസ്. അത് നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാവുന്നതാണ്. ഇറക്സിൻ്റെ റായും നിവർന്നിൻ്റെ റായും അത് വെച്ച് ഓർത്ത് വെച്ചാൽ അവിടെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഹോമോ ഇറക്സ് നിവർന്ന് നടക്കുന്ന ആൾക്കാണ് ഹോമോ ഇറക്സ് എന്ന് പറയുന്നത്. ഇറക്സ് റായുടെ ആ ഇറക്സിൻ്റെ റായും നിവർന്ന് അതിൻ്റെ റായും കൂടി മാച്ച് ചെയ്ത് വെച്ചാൽ അതെന്തായാലും ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ ഹോമോ ഇറക്സ് നിവർന്ന് നടക്കുന്ന ആൾക്കാണ് ഹോമോ ഇറക്സ് എന്ന് പറയാം. ഹോമോ ഹബിലിസ് ഉപകരണ നിർമ്മാതാവാണ് ഹോമോ ഹബിലിസ് എന്ന്. അതുപോലെ ഹോമോ സാപ്പിയൻസ് നമ്മൾ വിവേകിയായ മനുഷ്യനാണ്. നമ്മൾ സായിപ്പിനെ ഓർത്ത് വെച്ചാൽ മതി. സായിപ്പുമാരുമായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് വെക്കുക. ഹോമോ സാപ്പിയൻസ് പറയുമ്പോൾ വിവേകിയായ മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെ ഈ കോഡൊക്കെ വെച്ച് നമുക്ക് ആ മൂന്നെണ്ണം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. ഹോമോ ഹബിലിസ് ഉപകരണ നിർമ്മാതാവ്, ഹോമോ ഇറക്സ് നിവർന്ന് നടക്കുന്ന ആളാണ്, ഹോമോ സാപ്പിയൻസ് വിവേകിയായ മനുഷ്യന്. പിന്നെ ഒന്നാം പാഠത്തിലുള്ള വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഗുഹാചിത്രങ്ങൾ നമ്മുടെ ഒന്നാം പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗുഹാചിത്രങ്ങൾ. സ്പെയിനിലെ അൾട്ടാമിറ ഗുഹയും അതുപോലെ ഫ്രാൻസിലെ ലെസ്കോ ഷോവെ ഗുഹകളിൽ നിന്നാണ് നമുക്ക് ഗുഹാചിത്രങ്ങൾ ലഭ്യമായത്. അപ്പോൾ ഗുഹാചിത്രങ്ങളിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള ഈ സ്ഥലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് സ്ഥലങ്ങൾ? സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ, ഫ്രാൻസിലെ ലെസ്കോ ഷോവെ ഗുഹകൾ. ഇവിടെ ഈ മൂന്ന് ഗുഹയിൽ നിന്നാണ് നമുക്ക് ഗുഹാചിത്രങ്ങൾ ലഭ്യമായത്. അപ്പോൾ ഗുഹാചിത്രം ലഭ്യമായ സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ പഠിക്കണം, ഫ്രാൻസിലെ ലെസ്കോ ഷോവെ ഗുഹകളുടെ പേരും പഠിക്കണം. ഇനി നമ്മൾ കുറച്ച് വർഷങ്ങളിലേക്ക് പോവുകയാണ്. പ്രധാനപ്പെട്ട വർഷങ്ങൾ. ഈ സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം പഠിക്കേണ്ടതുണ്ട്. 1919 വർഷം സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം. 1919 നമ്മുടെ 10ാം പാഠത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ ലോകത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ ഒരു സമാധാന സംഘടനയാണ് ഈ സർവ്വരാഷ്ട്ര സഖ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം എന്ന വർഷം 1919 പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം 1945. ഒന്നാം ലോക മഹായുദ്ധം 1914. രണ്ടാം ലോക മഹായുദ്ധം 1939. പിന്നെ ലോകത്ത് ആദ്യമായി സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചത് 1929. ഈ 5 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം, ഇത് 10ാം പാഠത്തിൽ നിന്നാണ് ഈ വർഷങ്ങൾ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ വർഷങ്ങളാണ്? ഒന്ന് സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം 1919. പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം 1945. ഒന്നാം ലോക മഹായുദ്ധം 1914. രണ്ടാം ലോക മഹായുദ്ധം 1939. സാമ്പത്തിക മാന്ദ്യം 1929. ഈ വർഷങ്ങൾ കാലഗണനാ ക്രമത്തിൽ എഴുതാൻ വേണ്ടി ചോദിക്കാം. ഏതാണ് ആദ്യം നമ്പർ 1, 2 എന്നുള്ള ഓർഡറല്ലേ? കാലഗണനാ ക്രമത്തിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ ഈ വർഷങ്ങൾ നന്നായി പഠിക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ പറയാം. സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം 1919. പിന്നെ ഓർഡറിൽ വരുന്നത് എന്താണ്? ഒന്നാം ലോക മഹായുദ്ധമാണ് 1914. പിന്നെ അടുത്ത ഓർഡർ വരുന്നത് 1929 നടന്ന സാമ്പത്തിക മാന്ദ്യം. പിന്നെ അടുത്ത ഓർഡറിൽ വരുന്നത് രണ്ടാം ലോക മഹായുദ്ധം 1939. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം 1945. ഈ വർഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതോട് ചേർത്ത് പഠിക്കേണ്ട വേറെ 2 വർഷം കൂടി ഉണ്ട്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. നമ്മുടെ മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനയിലെ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടന്ന വർഷം. പിന്നെ വേറൊരു വർഷം ഇമ്പോർട്ടൻ്റ് വർഷം
നമ്മുടെ 1789 ഓർഡർ കണ്ടല്ലോ, 1789 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. 1789. ഇപ്പോൾ ഞാൻ 6 വർഷങ്ങൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ 7 വർഷങ്ങൾ ഡിസ്കസ് ചെയ്തു. 7 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നാണ് പരീക്ഷയ്ക്ക് വർഷങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറ്. ഒന്നുകൂടെ പറയാം. 7 വർഷം. സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം 1919. പിന്നെ ഒന്നാം ലോക മഹായുദ്ധം 1914. രണ്ടാം ലോക മഹായുദ്ധം 1939. സാമ്പത്തിക മാന്ദ്യം സംഭവിച്ച വർഷം 1929. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം നടന്നത് 1945. പിന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണം 1921. പിന്നെ 1789 1789 ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. അപ്പോൾ ഇതാണ് വർഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തു നിന്നുണ്ടായ ചോദ്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ ഫാസിസം നമ്മൾ പഠിച്ചാണ്. ഇറ്റലിയിലെ ഫാസിസത്തിൻ്റെ 10ാം പാഠത്തിൽ പഠിച്ചാണ്. ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനി. അപ്പോൾ ഈ ഫാസിസം അനുയായികളെ വിളിക്കുന്ന പേര് പഠിക്കേണ്ടതുണ്ട്. കറുത്ത കുപ്പായക്കാരാണ്, ബ്ലാക്ക് ഷർട്ട്സ്. ഫാസിസം മുസോളിനിയുടെ പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയായ ഇറ്റലിയിലെ ഫാസിസത്തിൻ്റെ ആ പാർട്ടി അനുയായികളെ വിളിക്കുന്ന പേരാണ് കറുത്ത കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്ട്സ്. അപ്പോൾ മുസോളിനിയുടെ പത്രത്തിൻ്റെ പേര് പഠിക്കണം. അവന്തിയാണ് മുസോളിനിയുടെ പത്രത്തിൻ്റെ പേര്. അവന്തി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു ബെനിറ്റോ മുസോളിനി. നമ്മൾ പഠിക്കുന്നുണ്ട് 10ാം പാഠത്തിൽ ഫാസിസത്തെ കുറിച്ചിട്ട്. നമ്മൾ ഇതിന് മുന്നേ ഫാസിസത്തെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ വൺ വേർഡായിട്ട് ചോദിക്കുന്നത് ബ്ലാക്ക് ഷർട്ട്സ് എന്തുമായി ബന്ധപ്പെട്ടാണ്? കറുത്ത കുപ്പായക്കാർ എന്താണ് നമ്മൾ പറയേണ്ടത്? ഫാസിസം അനുയായികളെ വിളിക്കുന്ന പേരാണ് കറുത്ത കുപ്പായക്കാർ. ബെനിറ്റോ മുസോളിനിയൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കുക അതിൽ. പിന്നെ അവന്തി എന്താണ്? ബെനിറ്റോ മുസോളിനിയുടെ പത്രത്തിൻ്റെ പേരാണ് അവന്തി. ബെനിറ്റോ മുസോളിനിയുടെ പത്രത്തിൻ്റെ പേരാണ് അവന്തി. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ്, ജർമ്മനിയിൽ നമ്മൾ നാസിസം പഠിക്കുന്നുണ്ട്. അപ്പോൾ ജർമ്മനിയിലെ നാസിസത്തിൻ്റെ പാർട്ടി അനുയായികളെ വിളിക്കുന്ന പേരാണ് തവിട്ട് കുപ്പായക്കാർ, ബ്രൗൺ ഷർട്ട്സ്. നേരത്തെ പറഞ്ഞത് ഫാസിസത്തിലെ മുസോളിനിയുടെ അനുയായികൾ ബ്ലാക്ക് ഷർട്ട്സ് ആണ്, കറുത്ത കുപ്പായക്കാരാണ്. എന്നാൽ ജർമ്മനിയിലെ നാസിസത്തിൻ്റെ അനുയായികളെ വിളിക്കുന്ന പേര് തവിട്ട് കുപ്പായക്കാരാണ്, ബ്രൗൺ ഷർട്ട്സ്. തവിട്ട് കുപ്പായക്കാരാണ് ജർമ്മനിയിലെ നാസിസത്തിൻ്റെ അനുയായികൾ. അതായത് അഡോൾഫ് ഹിറ്റ്ലറാണ് നാസിസത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ ഉണ്ടാക്കിയ ആ നാസിസം പാർട്ടിയുടെ ആ പാർട്ടി അനുയായികളെ വിളിക്കുന്ന പേരാണ് തവിട്ട് കുപ്പായക്കാർ, ബ്രൗൺ ഷർട്ട്സ്. അതോടൊപ്പം പഠിക്കേണ്ട നമ്മൾ ഈ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ജയിലിൽ കിടന്നിട്ട് അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻ കാഫ്, എൻ്റെ സമരം. ഹിറ്റ്ലറുടെ പുസ്തകത്തിൻ്റെ പേരാണ് എൻ്റെ സമരം, മെയിൻ കാഫ്. അപ്പോൾ മെയിൻ കാഫ് എഴുതിയെന്നൊക്കെ ആരാന്ന് ചോദിക്കും. ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ. ജർമ്മനിയിലെ നാസിസത്തിൻ്റെ ഉപജ്ഞാതാവായ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഗ്രന്ഥമാണ് മെയിൻ കാഫ് അഥവാ എൻ്റെ സമരം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു രഹസ്യ പോലീസിൻ്റെ പേര് പഠിക്കാണ്ട് ഗസ്റ്റപ്പോ. ഈ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ രഹസ്യ പോലീസിൻ്റെ പേരാണ് ഗസ്റ്റപ്പോ. പിന്നെ നമ്മൾ ആഭ്യന്തരം കണ്ടുപിടിച്ച ആളെ പേര് പഠിക്കുന്നത് ജെയിംസ് വാട്ട് എന്നുള്ള ജെയിംസ് വാട്ടാണ് ആഭ്യന്തരം കണ്ടുപിടിച്ചത്. അപ്പോൾ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ. ഈ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ച ആളുടെ പേര് ജോൺ കെ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും ഒന്നുകൂടെ പറയാം. ഹോമോ ഹബിലിസ് എന്താണ്? ഉപകരണ നിർമ്മാതാവാണ് ഹോമോ ഹബിലിസ്. ഹോമോ ഇറക്സ് എന്താണ്? നിവർന്ന് നടക്കുന്നയാൾക്കാണ് ഹോമോ ഇറക്സ്. ഹോമോ സാപ്പിയൻസ് എന്താണ്? ഉപകരണ നിർമ്മാതാവ്. ഹോമോ സാപ്പിയൻസ് വിവേകിയായ മനുഷ്യൻ. അപ്പോൾ ആ മൂന്നെണ്ണം നമ്മൾ ഒരു കോഡ് വെച്ച് പഠിക്കാൻ പറ്റും, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഹോമോ ഹബിലിസ് ഉപകരണ നിർമ്മാതാവ്. ഹോമോ ഇറക്സ്, ഇറക്സിൻ്റെ റായും നിവർന്നിൻ്റെ റായും നമ്മൾ മാച്ച് ചെയ്ത് പഠിച്ചു. ഹോമോ ഇറക്സ് നിവർന്ന് നടക്കുന്നയാളാണ്. ഹോമോ സാപ്പിയൻസ് നമ്മൾ സായിപ്പിനെ ഓർത്തു, വിവേകിയായ മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ്. സായിപ്പന്മാർ ഭയങ്കര ബുദ്ധി എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. അപ്പോൾ ഹോമോ സാപ്പിയൻസ് ആണ് വിവേകിയായ മനുഷ്യൻ. വിവേകിയായ മനുഷ്യൻ. പിന്നെ നമ്മൾ ചേർത്ത് പഠിച്ച 1ാം പാഠത്തിലുണ്ടായിരുന്നത് ആ ഗുഹകളുടെ പേര്, ഗുഹാചിത്രങ്ങളെ. പണ്ട് കാലത്ത്, പ്രാചീന കാലത്ത് ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആദിമ മനുഷ്യൻ്റെ സമയം ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് പറയുന്നുണ്ട് എന്ത്? ഈ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളെ പേര്. സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ, അതുപോലെ
ഫ്രാൻസിലെ ലെസ്കോ ഷോവേ ഗുഹകളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഗുഹാചിത്രങ്ങൾ ലഭ്യമായത്. പിന്നെ നമ്മൾ വർഷം ഡിസ്കസ് ചെയ്തു. എത്ര വർഷങ്ങളാണ്? 7 വർഷം നമ്മൾ പറഞ്ഞു. ഒന്ന് എന്താണ്? സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം. എന്താ സർവ്വരാഷ്ട്ര സഖ്യം? ഞാൻ പറഞ്ഞു, ഒന്നാം ലോകമഹായുദ്ധം നടന്നപ്പോൾ ഇനി എന്ത് ഉണ്ടാവരുത്, ഒരു യുദ്ധം ഉണ്ടാവുന്നുള്ള ധാരണയിലെ ലോകരാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ സമാധാന സംഘടനയുടെ പേരാണ് ഈ സർവ്വരാഷ്ട്ര സഖ്യം, ലീഗ് ഓഫ് നേഷൻസ് എന്നൊക്കെ പറയുന്നത്. സർവ്വരാഷ്ട്ര സഖ്യം, ലീഗ് ഓഫ് നേഷൻസ് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ സമാധാന സംഘടനയാണ്. അതിൻ്റെ രൂപീകരണ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1919 സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം. പിന്നെ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണം 1945. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം പിന്നെ ഉണ്ടാക്കിയ സമാധാന സംഘടന, അതാണ് ഈ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. ലോകത്തിലെ രണ്ടാമത്തെ സമാധാന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന, UNO. അപ്പോൾ അതിൻ്റെ രൂപീകരണം 1945. പിന്നെ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് 1914. രണ്ടാം ലോകമഹായുദ്ധം വർഷം 1939. പിന്നെ ലോകത്ത് ആദ്യമായി സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ വർഷമുണ്ട് 1929. പിന്നെ 2 വർഷം വേറെ നമ്മൾ പഠിച്ചു. ചൈനയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം 1921. അതുപോലെ ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. 1, 7, 8, 9. പിന്നെ 2 കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞു. ആവിയന്ത്രം ജെയിംസ് വാട്ടും ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെയും ആണ് ഈ കണ്ടുപിടുത്തങ്ങൾ പഠിച്ചത്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടും ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെയാണ്. പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് നമ്മളെ ആ ഇസ്ലാം മതത്തിൻ്റെ ഒരു പാഠമുണ്ടല്ലോ, 3ാമത്തെ പാഠം. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇത് ആ ഖലീഫമാരുടെ പേരിൽ ആദ്യത്തെ ഖലീഫയുടെ പേര് പഠിക്കേണ്ടത് അബൂബക്കറാണ്. ആദ്യത്തെ ഖലീഫൻ്റെ പേരെന്താണ്? അബൂബക്കർ. നമ്മൾ ആ പാഠത്തിൽ ഖലീഫന്മാരുടെ പേര് ഓർഡറിൽ പഠിക്കുന്നുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ പാഠമുണ്ടല്ലോ, ആ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മധ്യപൗരസ്ത്യ ഇസ്ലാം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഖലീഫന്മാരുടെ പേര് പഠിക്കുന്നുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, 4 ഖലീഫന്മാരുടെ പേര് പഠിക്കുന്നുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലിയാണ് ഖലീഫന്മാരുടെ പേര്. അപ്പോൾ അവിടെ നമ്മൾ അതിൽ ഇമ്പോർട്ടൻസ് പഠിക്കേണ്ടത് ആദ്യത്തെ ഖലീഫയുടെ പേരാണ് അബൂബക്കർ. ആദ്യത്തെ ഖലീഫയുടെ പേര് അബൂബക്കർ. പിന്നെ ആ പാഠത്തിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ഉമയ്യദ് രാജവംശത്തിൻ്റെ തലസ്ഥാനം ഡമാസ്കസ് ആണ്. ഉമയ്യദ് വംശത്തിൻ്റെ തലസ്ഥാനം, ഉമയ്യദ് രാജവംശത്തിൻ്റെ തലസ്ഥാനം പഠിക്കണം, ഡമാസ്കസ്. ഡമാസ്കസ് ആരുടെ തലസ്ഥാനമാണ്? ഉമയ്യദ് രാജവംശത്തിൻ്റെ തലസ്ഥാനമാണ് ഡമാസ്കസ്. പിന്നെ ഡോം ഓഫ് ദി റോക്ക് പറഞ്ഞ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിക്കുന്നുണ്ട്. ജെറുസലേമിലാണ് ഈ ഡോം ഓഫ് ദി റോക്ക് സ്ഥിതി ചെയ്യുന്നത്. ജെറുസലേമിലാണ് ഡോം ഓഫ് ദി റോക്ക് സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ ഏത് പാഠത്തിലാണ്? നമ്മുടെ ആ 3ാമത്തെ ചാപ്റ്റർ, മധ്യപൗരസ്ത്യ ഇസ്ലാം എന്നുള്ള ചാപ്റ്ററിലാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളൊക്കെ വന്നത്. ഏതൊക്കെ വന്നു? ഖലീഫയുടെ പേര്, ആദ്യ ഖലീഫ അബൂബക്കർ. ലേറ്റസ്റ്റ് പറഞ്ഞ ചോദ്യം ഏത്? ഡോം ഓഫ് ദി റോക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? അതെവിടെയാണ്? ഡോം ഓഫ് ദി റോക്ക് ജെറുസലേമിലാണ്. പേജ് നമ്പർ 42 ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിലെ. 42 പേജ് നമ്പർ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ജെറുസലേമിലാണ് എന്ത്? ഡോം ഓഫ് ദി റോക്ക്. അബ്ദുൽ മാലിക് പണി കഴിപ്പിച്ചാണ് ഈ പള്ളി. ഇത് അബ്ദുൽ മാലിക് പണി കഴിപ്പിച്ച പള്ളിയാണത്. ഇത് ജെറുസലേമിലെ ഡോം ഓഫ് ദി റോക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ എക്സാമിൽ ചോദിക്കുക, ഡോം ഓഫ് ദി റോക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്? ജെറുസലേമാണ്. ഡോം ഓഫ് ദി റോക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജെറുസലേമിലാണ്. ഇനി എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന 2 ഗ്രന്ഥത്തിൻ്റെ രചയിതാക്കളെ ചോദിക്കാറുണ്ട്. അൽമാഗസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ഡോളമിയാണ്. അൽമാഗസ്റ്റ് രചിച്ചതാരാണ്? ഡോളമി. അതുപോലെ എലിമെൻറ്റ്സ് എന്നുള്ള കൃതി രചിച്ചത് യൂക്ലിഡാണ്. അൽമാഗസ്റ്റ് ഡോളമിയും എലിമെൻറ്റ്സ് എന്നുള്ള ബുക്ക് രചിച്ചത് യൂക്ലിഡാണ്. 2 ശാസ്ത്രവും ബന്ധപ്പെട്ട 2 ഗ്രന്ഥങ്ങളാണ്. അൽമാഗസ്റ്റ്, ഡോളമിയുടെ അൽമാഗസ്റ്റ്, അതുപോലെ യൂക്ലിഡിൻ്റെ എലിമെൻറ്റ്സ്. അപ്പോൾ അൽമാഗസ്റ്റിൻ്റെ രചയിതാവ് ഡോളമി, ഡോളമി. എലിമെൻറ്റ്സിൻ്റെ രചയിതാവ് യൂക്ലിഡ്. എലിമെൻറ്റ്സ് രചയിച്ചതാരാണ്? എലിമെൻറ്റ്സ് എന്ന കൃതി രചിച്ചതാരാണ്? യൂക്ലിഡ്. ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന +1 തുല്യത ഹിസ്റ്ററി പരീക്ഷയിലെ 1 വേർഡ്, ഏറ്റവും പ്രധാനപ്പെട്ട 1 വേർഡ് ചോദ്യോത്തരങ്ങൾ. എല്ലാവരും ഇത് വീണ്ടും കേട്ട് നന്നായി മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.